ലഹരി വിരുദ്ധ സിനിമയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയും പ്രതിജ്ഞയൊക്കെ ചെയ്തു. അപ്പോൾ അതുമായിട്ട് എനിക്കൊന്ന് ആ ദിവസം കണക്കാക്കി ഇറക്കിയ സിനിമയാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ് എൻ്റെ സന്ദേശം. ക്വാളിറ്റി വൈസ് എനിക്ക് ഒരു തരുമ്പും ഇഷ്ടപ്പെട്ടു. ഞാൻ ചെറിയ സിനിമ ആയതുകൊണ്ട്, ചെറിയ സിനിമ കാണുന്ന ആളായതുകൊണ്ടും അത് കാണാമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷേ സിനിമ വളരെ മോശമായിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കേരള സ്റ്റോറിയും മറ്റേ നമ്മുടെ തീവ്രവാദത്തിൻ്റെ പറയുമ്പോൾ ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു. അപ്പോൾ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും പറയുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും മറ്റേ കേരള സ്റ്റോറിയുടെ ഇടയിലത്തൊന്നും ഈ സിനിമ എത്തില്ല. സിനിമയുടെ ആകെ എനിക്ക് തോന്നിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിനിമ തരുന്ന മെസ്സേജ് എന്ന് പറയുമ്പോൾ ഒരു ലഹരി വിരുദ്ധ സിനിമയാണ്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയും പ്രതിജ്ഞയൊക്കെ ചെയ്തു. അപ്പോൾ അതുമായിട്ട് എനിക്കൊന്ന് ആ ദിവസം കണക്കാക്കി ഇറക്കിയ സിനിമയാണെന്ന് തോന്നുന്നു. അത് തന്നെയാണ് എൻ്റെ സന്ദേശം. ഇന്നത്തെ തലമുറ വഴിതെറ്റി പോകുന്നതും ലഹരി ഉപയോഗിക്കുന്നതും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സന്ദേശം കൊടുക്കുന്നു. അതാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ ആ സിനിമ തരുന്ന മെസ്സേജ് വെച്ച് ഇതൊരു നല്ല സിനിമയാണ്. പക്ഷേ സിനിമയുടെ ക്വാളിറ്റി വൈസ് എനിക്ക് ഒരു തരുമ്പും ഇഷ്ടപ്പെട്ടു. ഞാൻ ചെറിയ സിനിമ ആയതുകൊണ്ട്, ചെറിയ സിനിമ കാണുന്ന ആളായതുകൊണ്ടും അത് കാണാമെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷേ സിനിമ വളരെ മോശമായിട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെന്തോ കുറേ അഭിനയിക്കുന്ന അഭിനേതാക്കളുടേതായാലും എടുത്ത് പറയാൻ വേണ്ടിയൊന്നുമില്ല. പിന്നെ സന്തോഷ് കീഴാറ്റൂറും ശ്രീധന്യയൊക്കെ ഉണ്ട് ആ സിനിമയിൽ. അവരെ ഒരു സിനിമയുടെ ആ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരു കഥാപാത്രങ്ങളായിട്ട് കുത്തിച്ച് വച്ചേക്കുന്നതാണ്. ഡയറക്ഷൻ ശരിക്കും പറഞ്ഞാൽ സംവിധാനം ചെയ്യുന്നതിൻ്റെ ആ ഒരു പോരായ്മയൊക്കെ കാണാറുണ്ട്. പിന്നെ കഥയും പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല. സിനിമ വളരെ ബോറായിട്ടുള്ള രീതിയിലാണ് എടുത്തത്. ആകെ പോസിറ്റീവ് പറഞ്ഞാൽ നല്ല നമുക്ക് ഡ്രഗ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇന്നത്തെ തലമുറ വഴിതെറ്റുന്നത് നമ്മൾ അച്ഛനമ്മമാർ തന്നെയാണ്. അവർക്ക് ധാരാളം കാശ് കൊടുത്ത് അവരെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ചോദിക്കാതെ ക്യാഷ് കൊടുക്കുന്നതും അവരതിനെ റോങ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതും അതൊക്കെയാണ് സിനിമ പറയുന്ന മെസ്സേജ് വൈസ് സിനിമ വളരെ നല്ലതാണ്. പിന്നെ സിനിമ എടുത്തേക്കുന്ന ക്വാളിറ്റി വെച്ച് മോശമാണ്. പിന്നതിൽ നായകനായിട്ടൊരു പയ്യൻ സിദ്ധാർത്ഥ് ബാബു, പുള്ളി ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളപ്പെട്ട ആക്ടറാണ്. ഇവിടെ മൂൺ വാക്ക് സിനിമയിൽ ആ 8 പിള്ളേരിൽ ഒരാളാണ്. നല്ല ഡാൻസറാണ് പുള്ളി ഇതിലൊരു പാട്ട് സീനിൽ പുള്ളിക്ക് കൊടുത്ത ആ ഭാഗം പുള്ളി നല്ല ഡാൻസ് പെർഫോമൻസ് ഉള്ള ഒരു പാട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് സിനിമയുടെ ആ ഒരു ക്വാളിറ്റി വെച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അഭിനയമാണ് ഞാൻ പറഞ്ഞത്. ആർക്കും പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒന്നും ഈ സിനിമയിൽ പറയുന്നില്ല. കാരണം സിനിമ ആകെ വലിയ പോസിറ്റീവ് തന്നെ സിനിമയുടെ മെസ്സേജ്. പക്ഷേ ഡയറക്ടർ നല്ല ഡയറക്ഷൻ നന്നായിരുന്നുവെങ്കിൽ ചിലപ്പോൾ കാരണം ഈ സന്തോഷ് കീഴാറ്റൂരൊക്കെ ഒറ്റയ്ക്ക് സ്റ്റേജിൽ വൺ മാൻ ഷോ പെർഫോമൻസ് ഒക്കെ നടത്തുന്ന ആൾക്കാരാണ്. പുള്ളിക്ക് കൊടുത്ത കഥാപാത്രം പോലും വളരെ ഭംഗിയായിട്ട് പുള്ളിയെ കൊണ്ട് പെർഫോം ചെയ്യിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഡയറക്ഷൻ്റെ പോരായ്മ അതിൽ കാണുന്നുണ്ട്. കഥയും വളരെ ദുർബലമായിട്ടുള്ള കഥ. ആകെ ഉള്ളത് ഈ പറഞ്ഞ ലഹരിക്കെതിരെയുള്ള ആ ഒരു മെസ്സേജ് തരുന്ന പാസ് ചെയ്യുന്ന സിനിമ. ആ ഒരു നല്ല സിനിമയാണ്. എന്ന് പറയുമ്പോൾ കേരള സ്റ്റോറിയും മറ്റേ നമ്മുടെ തീവ്രവാദത്തിൻ്റെ പറയുമ്പോൾ ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു. അപ്പോൾ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും പറയുന്നതായിരിക്കും. പക്ഷേ അതിൻ്റെ ഒന്നും മറ്റേ കേരള സ്റ്റോറിയുടെ ഇടയിലത്തൊന്നും ഈ സിനിമ എത്തില്ല. കൊള്ളില്ല. എനിക്ക് ആ സിനിമയുടെ ക്വാളിറ്റി വൈസ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.